നിന്റെ വിഷമങ്ങൾ തീർക്കാൻ അല്ലാഹുണ്ട്, നിന്റെ പ്രയാസങ്ങൾ തീർക്കാൻ അല്ലാഹുണ്ട്, നിനക്കൊരു ദുഃഖവും വരാതെ നിന്നെ പരിപൂർണമായി സംരക്ഷിക്കാൻ അല്ലാഹുണ്ട്. ആ ഒരു വിചാരം മുഅ്മിനേ മുഅ്മിനത്തേ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. കാരണം നീ തളർന്നു പോകാൻ പാടില്ല. നീ പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. നീ നിസ്കാരം മുറപോലെ നിർവഹിക്കുന്നവനാണ്. നീ രാവിലെ ബാങ്ക് മുഴങ്ങുമ്പോൾ തന്നെ തഹജ്ജുദിന് വേണ്ടി നേരത്തെ എഴുന്നേറ്റിരുന്നവളാണ്. ഖുർആൻ ഓതുന്ന കുടുംബമാണ്. വിശുദ്ധമായ ദിക്റുകൾ ചൊല്ലിയിട്ടുള്ളതായ കുടുംബമാണ്. സുബഹി നമസ്കാരം അവ്വൽ വഖത്തിൽ പള്ളിയിൽ ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചിട്ടുള്ള പുരുഷന്മാരാണ്. വീടിന്റെ അകത്തളങ്ങളിൽ ആദ്യ വഖത്തിൽ തന്നെ നിസ്കരിച്ചിട്ടുള്ള ഉമ്മമാരാണ്. ഖുർആൻ ഓതിക്കൊണ്ട് സുബഹിക്ക് ശേഷം നിലകൊണ്ടവരാണ്. റൂഹി ബയാൻ മജ്ലിസിൽ ആത്മീയ മജ്ലിസുകളിൽ പങ്കെടുത്തുകൊണ്ട് സായുജ്യമണിഞ്ഞവരാണ്. പരിശുദ്ധമായ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നാവുകളെ പടച്ചറപ്പിലേക്ക് തിരിച്ചവരാണ്. അനാവശ്യമാകുന്ന ഫനായും ഫസാദ് പറയാതെ പരിപൂർണമായി നാവുകളെ സംരക്ഷിച്ചവരാണ്. കൈകൊണ്ടൊരു ഹറാമു തൊടാത്തവരാണ്. കാലുകൊണ്ടൊരു ഹറാമിലേക്ക് പോകാത്തവരാണ്. ഒരു സിനിമ തിയേറ്റർ പോലും കാണാത്തതാകുന്ന എത്രയോ ഉപ്പമാരി മജ്ലിസിലുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. എത്രയോ മോശപ്പെട്ട ഫിലിമുകൾ ഈ ലോകത്തുണ്ട്. എത്രയെത്ര അശ്ലീലമായ സിനിമാ പാട്ടുകളുണ്ട്. ഒന്നിനും കാതുകൊടുക്കാതെ, ഒന്നും കാണാതെ, ഒരു അശ്ലീലമായ നോട്ടം ഒരു ചെറുപ്പക്കാരിലേക്ക് നോക്കാതെ, എത്ര വർഷം കഴിഞ്ഞു വന്നാലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാതെ മറ്റൊരാൾക്കും ശരീരം പങ്കിടാതെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയതാകുന്ന ഉമ്മമാരില്ലയോ, സഹോദരിമാരില്ലയോ? 4 വർഷമായി ഭർത്താവ് വന്നിട്ട് 5 വർഷമായി, 10 വർഷമായി, 20 കൊല്ലം കഴിഞ്ഞാലും ഞാൻ എന്റെ ശരീരത്തെ കാത്ത് സംരക്ഷിക്കും. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രവാസ ലോകത്ത് പോയി അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവരത്ത് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാത്ത മറ്റൊരുത്തനും ഞാൻ പാവിരിക്കില്ല. മറ്റൊരുത്തന്റെ മുന്നിലും എന്റെ ശരീരം ഞാൻ പങ്കുവെക്കില്ല. മറ്റൊരുത്തന് വേണ്ടി കിടക്ക ഞാൻ പങ്കിടാൻ തയ്യാറല്ല. ഒരാൾക്കും എന്റെ വീടിന്റെ പിന്നാമ്പുറത്തെ കഥക് തുറന്നിട്ട് കൊടുക്കാൻ ഞാൻ സന്നദ്ധതയുള്ളവളല്ല എന്ന് പരിപൂർണമായി തീരുമാനമെടുത്ത് ഏത് വാതിന് വന്നാലും, ഏത് ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്താലും, എവിടെ പോയാലും, ഏത് കല്യാണത്തിന് പോയാലും, ഏത് ബീച്ചിൽ പോയാലും, ഏത് മാളിൽ പോയാലും, ഏത് കടയിൽ പോയാലും ശരീരത്തിന്റെ അവയവങ്ങളെ പരിപൂർണമായി മറച്ചു നടക്കുന്ന, ഔറത്തുകളെ പരിപൂർണമായി മറച്ചു നടക്കുന്ന പരിപുരുഷന്മാരുമായി ബന്ധമില്ലാത്ത എത്രയോ സഹോദരന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റെടുക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വന്തം ഭാര്യതാ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോൾ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതായ എത്രയോ സഹോദരങ്ങളുണ്ട്, പ്രവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, ഈ സമൂഹത്തിലുണ്ട്, ഈ സമുദായത്തിലുണ്ട്. അല്ലാഹു നിന്നെ ഏറ്റെടുക്കുമോ ചെറുപ്പക്കാരാ? എത്രയെത്ര സഹോദരങ്ങളാണ് കള്ള കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്, ലഹരി ഉൽപ്പന്നങ്ങൾക്ക് മുൻപന്തിയിലുള്ളത്. കേവലം ഈ കൊച്ചു കേരളത്തിലേക്ക് തന്നെ 600 കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ് ഈ കഴിഞ്ഞ 6 മാസക്കാലമായി പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത്. 600 കോടിയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ. 2584.5 ഗ്രാം അടക്കം കഞ്ചാവ് പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു അത്രേ. 68 കിലോഗ്രാം ഹശീഷ് പിടിച്ചെടുത്തു അത്രേ. 32 കിലോഗ്രാം ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ MDMA എന്ന് പറയുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എത്രയോ ചെറുപ്പക്കാരിൽ നിന്ന്, സഹോദരിമാരിൽ നിന്ന്, ചെറുപ്പക്കാരികളിൽ നിന്ന് ഈ കൊച്ചു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ പിടിച്ചെടുക്കാത്ത എത്രയോ ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ, ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ പോലും വിറ്റഴിക്കപ്പെടുകയാണ്. എത്രയെത്ര ചെറുപ്പക്കാരതിന് അടിച്ചാണ്. കള്ളു കുടിക്കുന്നവരില്ലയോ? ലഹരി ഉൽപ്പന്നങ്ങളില്ലയോ? പാൻപരാഗ് പോലെയുള്ള ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പോലും ചവച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയുടെ പരിശുദ്ധമാക്കപ്പെട്ട അകത്തളങ്ങളിൽ വന്നിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുത്ബ പോലും വീക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരില്ലയോ? ഡ്രഗ്സിനടിമപ്പെട്ടതാകുന്ന മക്കളില്ലയോ? ചെറിയതാകുന്ന പെൺകുട്ടികൾ പോലും അതിൽ കടന്നു വന്നില്ലയോ? മലബാറുള്ള ഒരു സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന പെൺകുട്ടികൾ പുറകിലത്തെ ബെഞ്ചിലിരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ ടീച്ചറിന് എന്തോ ബുദ്ധിമുട്ട് തോന്നിയിട്ട് അവരെ മുഴുവനെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു ബെഞ്ചിലിരിക്കുന്ന മക്കളെ, പെൺകുട്ടികളെ, മുസ്ലിം സഹോദരിമാരെ പരിപൂർണമായി
പൂർണ്ണമായി ഒന്ന് പരിശോധിച്ചപ്പോ നഊദു ബില്ലാഹ് അവരുടെ കാലിൽ അണിഞ്ഞിരിക്കുന്ന ഷോക്സ് ഊരി മാറ്റി നോക്കിയപ്പോൾ കാലിന്റെ അടിഭാഗം ബ്ലേഡ് കൊണ്ട് വരിഞ്ഞു മുറുക്കി, ബ്ലേഡ് കൊണ്ട് വരിഞ്ഞിട്ട് കീറി മുറിച്ചിട്ട് അതിനടിയിലേക്ക് മയക്കുമരുന്ന് വെച്ച് രക്തത്തിലൂടെ സിരകളിലൂടെ തലയിലേക്ക് രക്തോട്ടമുണ്ടാക്കുന്ന ഏതെല്ലാം ബ്രെയിനിനടക്കമുള്ള സ്ഥലങ്ങളുണ്ടോ അവിടേക്കെല്ലാം കൊണ്ടെത്തിക്കുകയാണ് ലഹരിയുടെ കടന്നുകയറ്റം. മക്കള് ഷോക്സ് ഇട്ടിട്ട് അത് നല്ലതുപോലെ ഷൂ ഇട്ടുകൊണ്ട് ക്ലാസ് റൂമിൽ വന്നിരിക്കുന്ന മക്കളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ കൈവശം ആരാണ് ഇത് കൊണ്ടുവന്ന് കൊടുത്തത്? എവിടേക്കാണ് മക്കളുടെ പോക്ക്? പഠിച്ചു വെക്കേണ്ട പാഠമാണ്. കണയന്നൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളോട് എനിക്കൊരു വിദ്വേഷവുമില്ല, ഒരു വെറുപ്പുമില്ല പ്രിയപ്പെട്ട ഉപ്പമാരെ. പക്ഷേ നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ, മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കണേ. അവൾ മദ്രസയിൽ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. പോകാൻ മടി കാണിക്കുന്ന മക്കൾ എന്തുകൊണ്ട് മടി കാണിക്കുന്നു എന്ന വിഷയത്തിൽ ജാഗരൂകരാകണേ. 12ാം തരം വരെ മദ്രസയിൽ പഠിച്ചാൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് അതനുസരിച്ചിട്ടുള്ള ജീവിതം മക്കളിൽ ഉണ്ടോ എന്ന് പ്രത്യേകമായി ഒന്ന് ഗൗരവമായി ചിന്തിക്കണേ. ഇന്ന് ക്യാമ്പസുകൾ മുഴുവനും അശ്ലീലതകൾ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. എന്തിനേറെ പറയുന്നു, ക്യാമ്പസുകളിൽ നിന്ന് പഠിക്കപ്പെടുന്ന അശ്ലീലതകൾ കൊണ്ടുവന്ന് വിളമ്പുന്നത് അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിലാണ്. ഇമാമി മിമ്പറിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണേ എന്ന് വാഴ്ന്ന് പറയുമ്പോ, ഉപദേശം നിർദ്ദേശങ്ങൾ നൽകുമ്പോ, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ, അതേ പള്ളിയുടെ 2ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് തന്റെ കൂട്ടുകാരെ മുഖേന ടെലഗ്രാമിലൂടെ അശ്ലീലമാക്കപ്പെട്ട സിനിമാ പോസ്റ്ററുകൾ, സിനിമാ ഗാനങ്ങൾ, സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്ന തിരക്കിലാണ്, അയച്ചു കൊടുക്കുന്ന തിരക്കുകളിലാണ്. എക്സെൻഡർ മുഖേന, ടെലഗ്രാം മുഖേന മിനിറ്റുകൾക്കകം ഖുത്ബ നടക്കുന്ന സന്ദർഭത്തിൽ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ സെൻഡ് ചെയ്യുന്ന കാലഘട്ടമാണ്. താഴെ മെമ്പറിൽ നിന്നുകൊണ്ട് പടച്ചറബിനെ ഭയപ്പെടണേ എന്ന് പറയുമ്പോൾ, മുഅ്മിനായ സാലിഹത്താകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സാലിഹീങ്ങളാകുന്ന മാതാപിതാക്കളുടെ മക്കൾ ഇതാ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കള്ളിനടിമപ്പെട്ടവനാണ്, അവൻ ലഹരിക്കടിമപ്പെട്ടവനാണ്, അവൻ സിനിമ കാണാൻ മുൻപന്തിയിലുള്ളവനാണ്, അവൾ സീരിനടിമപ്പെട്ടതാകുന്ന ആളുകളാണ്. എവിടെയാണ് പിഴച്ചത്? ആർക്കാണ് പിഴച്ചത്? പരിശുദ്ധമായ ദീൻ മക്കളെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ പഠിപ്പിക്കുന്നതനുസരിച്ചുള്ള ജീവിതങ്ങൾ നമ്മുടെ വീടുകളിൽ കിട്ടുന്നില്ല. വീടുകളിൽ ഇബാദത്തുകൾ പ്രാക്ടിക്കലല്ല. അവിടെയാണ് പ്രശ്നം. എവിടെയാ പിഴച്ചു പോയത്? പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നുമൊക്കെ ദീനീ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിടുകയാണ്. വദൂഇന്റെ ഷർത്ത്, ഫർദ്, കുളിയുടെ ഫർദ്, ഷർത്ത് ഒക്കെ പഠിപ്പിച്ചു വിടുന്നുണ്ട്. ഭക്ഷണം കഴിക്കേണ്ട മര്യാദകൾ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വീട്ടിൽ വരുമ്പോ വാപ്പായും ഉമ്മായും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഇന്ന് വരെ മക്കൾ കണ്ടിട്ടില്ല. 2 ആയത്ത് ദിനേന പതിവാക്കണം. പതിവാക്കിയാൽ പരിപൂർണമായ ഓർമ്മശക്തി ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തു ത്വാഹായിലെ 131, 132 കുറിച്ചു വെച്ചോണം കേട്ടോ. പേനയും പേപ്പറും ഇല്ലാത്തവര് അതൊക്കെ മനസ്സിൽ കുറിച്ചു വെച്ചു. ഇതും മനസ്സിൽ കുറിച്ചു വെച്ചവർക്ക് എന്താണ്, ഇത് ഓതുന്നവർക്ക് മെമ്മറി ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ഇത് ഓതണം. സൂറത്തു ത്വാഹ സൂറത്തിലെ 131, 132 ആയത്ത് ഇങ്ങനെയാണ്. بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. ഇതാണ് 2 ആയത്ത്. ഈ 2 ആയത്ത് സൂറത്തു ത്വാഹായിലെ 131, 132 ഓതിയാൽ നല്ല ഓർമ്മശക്തി ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനോടൊപ്പം തന്നെ അലം നശ്റഹ് സൂറത്ത് കൂടി ഒരു 11 വട്ടം കൂടി ഓതുക. ഈ 2 ആയത്ത് ഒരു വട്ടം മതി. അതോടൊപ്പം തന്നെ അലം നശ്റഹ് സൂറത്ത് എന്ത് ചെയ്യാ, ഒരു 11 പ്രാവശ്യം രാവിലെ ഇതങ്ങ് ഓതിക്കും. നല്ല ഓർമ്മശക്തി ഉണ്ടാവും. പഠിച്ചത് പഠിക്കാത്തത് പിന്നെ അങ്ങനെ ഓർമ്മ വരാൻ.
പഠിച്ചത് നല്ല ഓർമ്മയിലുണ്ടാവും. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നാം ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് സന്തോഷ വാർത്ത അറിയിച്ചു. മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലയോ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നാം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇസ്ഹാഖ് എന്ന പൊന്നുമോനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആരാണ് ഇസ്ഹാഖ്? നബിയ്യം മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽ പെട്ടതാകുന്ന പ്രവാചകരത്രേ. ശുദ്ധ ഖുർആൻ. ഇസ്ഹാഖ് നബി ആരാണ്? സാലിഹായ മനുഷ്യൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. അടുത്ത പ്രവാചകൻ. എണ്ണിയാ തീരൂല, സമയം ഒരുപാട് പോകും. ആയത്തുകളാണ്, വേറൊന്നുമില്ല. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. എന്തിനാ അള്ളാഹു ഇങ്ങനെ മുൻഗാമികളാകുന്ന ഈ പ്രവാചകന്മാരൊക്കെ സാലിഹാണ് എന്ന് പറയുന്നത് എന്തിനാ? ഈ ഉമ്മത്ത് പഠിക്കാൻ. നമുക്ക് ഖുർആൻ ഇറങ്ങിയത് ആരെക്കുറിച്ചാ സാലിഹാന്ന് പറയുന്നത്? മുൻഗാമികളാകുന്ന പ്രവാചകന്മാരെ കുറിച്ച്. എന്തിന്? അവരോടൊപ്പം ചേരണം. അതിനുവേണ്ടിയാണ് ഈ മദ്രസയിലേക്ക് വിടുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ ഇന്നഹു മിനസ് സാലിഹീൻ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുകയാണ്. സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നാം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചു. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സ്വർഗ്ഗരതിയെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതാകുന്ന ഏതാനും ചുരുങ്ങിയതാകുന്ന സാലിഹീങ്ങൾ ഒഴികെ ബാക്കിയുള്ള സർവരും മോശമായ രീതിയിൽ ചിന്തിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബിയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന കുറഞ്ഞ ആളുകളെയും ഒഴിച്ച് ബാക്കിയുള്ള നാട്ടുകാരെ പരിപൂർണമായി അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലാഹു ഇല്ലാതാക്കുകയാണ്. സംഭവങ്ങളെല്ലാം അല്ലാഹു വിവരിച്ചിട്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നശിപ്പിക്കാതെ, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടേതാകുന്ന കരവലയത്തിൽ നാം ഒതുക്കി, നമ്മുടേതാകുന്ന സംരക്ഷണം നാം കൊടുത്തു. അദ്ദേഹം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം വിശ്വാസിയാണ്. ഇന്നഹു മിനസ് സാലിഹീൻ. അദ്ദേഹം സാലിഹായ മനുഷ്യനാണ്. അദ്ദേഹം മോശമായ വ്യക്തിയല്ല. അദ്ദേഹം ആരാണ്? സാലിഹായ വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നാം ബുദ്ധിമുട്ടിച്ചില്ല, ഇടങ്ങേറാക്കിയില്ല. ഖുർആൻ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും പറയാൻ സാധിക്കും. ഖുർആൻ സമയമില്ല, അവരൊക്കെ ഓതിയാൽ ഒരുപാട് സമയമെടുക്കും. 25 പേരെ കുറിച്ചും അല്ലാഹു പറയുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ. സൂറത്തുൽ അൻആം ദാ 1-2 പ്രവാചകന്മാരുടെ പേരുകൾ അടുപ്പിച്ച് അല്ലാഹു പറയുന്നു. ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവഹബനാ ലഹു ഇസ്ഹാഖ വയാഖൂബ് കുല്ലൻ ഹദൈനാ ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനെയും ദാവൂദ് നബി അലൈഹിസ്സലാമിനെയും യഹ്യാ നബി അലൈഹിസ്സലാമിനെയും ഈസാ നബി അടക്കമുള്ളതാകുന്ന മൂസാ നബി അടക്കമുള്ള സർവ്വ പ്രവാചകന്മാരെയും എണ്ണിയിട്ട് അല്ലാഹു പറയുകയാണ്, കുല്ലും മിന സ്വാലിഹീൻ. ഇവരെല്ലാവരും സ്വാലിഹീങ്ങളിൽ പെട്ടവരത്രേ. ഇവരെല്ലാവരും എന്താണ്? സ്വാലിഹീങ്ങളാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അല്ലാഹു ആഫിയ ഇൽമ നൽകട്ടെ.
ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരെ പറ്റി. തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ചതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം സ്വാലിഹീങ്ങളിൽ പെട്ടതായ വ്യക്തിയത്രേ. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ. ബഹുമാനപ്പെട്ടതാകുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിനെ നാം തിരഞ്ഞെടുത്തതാണ് പ്രവാചകനായി. ഇന്നഹു മിനസ്സാലിഹീൻ, അദ്ദേഹം സാലിഹീങ്ങളിൽ പെട്ടവരാണ് എന്നും വിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെ ആയത്ത് ഇഷ്ടം പോലുണ്ട്. പ്രവാചകന്മാർ അവരൊക്കെ എന്താണ്? സ്വാലിഹാൻ. അപ്പൊ എന്തിനാ നമ്മൾ സാലിഹാകുന്നത്? എന്തിനാ സാലിഹാകുന്നത്? ഇവരിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ്, സാലിഹീൻ ഉൾപ്പെടാൻ വേണ്ടിയാണ്. അള്ളാഹു സാലിഹീൻ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. കാരണം സാലിഹീങ്ങളിൽ ചേരുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അങ്ങനെ സാലിഹീങ്ങളിൽ ചേർക്കണേ എന്ന് ദുആ ഇരുന്നിട്ടുണ്ട്. ആര്? സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറയ, സയ്യിദുന യൂസുഫ്. ആരാ യൂസുഫ് നബി? അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യഅഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ശഫീഉനാ റസൂലുള്ളാഹി. മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസുഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യഅഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ശഫീഉനാ റസൂലുള്ളാഹി. ഇബ്രാഹിം നബിയുടെ മകൻ സയ്യിദുനാ ഇസ്ഹാഖ്. ഇസ്ഹാഖ് നബിയുടെ മകൻ സയ്യിദുനാ യഅഖൂബ്. യഅഖൂബ് നബിയുടെ മകനാണ് സയ്യിദുനാ യൂസുഫ്. ഒക്കെ ആരാണ്? പ്രവാചകന്മാരാണ്. പരമ്പര മുഴുവനും പ്രവാചകന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകൻ നിസ്സാര പ്രവാചകനല്ല. ആരാണ്? മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് അദ്ദേഹം. ഏറ്റവും വലിയ മാന്യൻ ആരാണ്? ഇബ്രാഹിം നബി. ഇബ്രാഹിമിന്റെ മകനാണ് ആര്? ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ ചരിത്രം ഏതാ? അത്ഭുതകരമായ ചരിത്രം ഏതാണ്? യൂസുഫ് നബിയുടെ ചരിത്രം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യു ഖിസ്സത്തിൻ അഅജബു ഖസസിൽ ഖുർആൻ. നബിയേ, നബിയേ, ഏറ്റവും അത്ഭുതകരമായ ചരിത്രമേതാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, ഖിസ്സത്തു യൂസുഫ, യൂസുഫ് നബിയുടെ ചരിതമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഏറ്റവും അത്ഭുതകരമായ ചരിത്രം. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. അത് പഠിക്കണം. പഠിക്കുമ്പോഴേ കൂടപ്പിറപ്പുകളുടെ കൂടെ നിന്നുള്ള കുത്തരികൾ മനസ്സിലാവുള്ളൂ, കുത്തുവാക്കുകൾ തിരിയുള്ളൂ. കൂടെ ജീവിക്കുന്നവർ, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ സമൂഹത്തിൽപ്പെട്ടവരാകട്ടെ, അവരുടെയൊക്കെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ തിരിയണമെങ്കിൽ ഏത് സൂറത്ത് പഠിക്കണം? സൂറത്ത് യൂസുഫ് പഠിക്കണം. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. അത്ഭുതകരമായ ചരിത്രം. യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യാൻ ഈജിപ്തിന്റെ പരമോന്നതമാകുന്ന പദവിയിലേക്ക് ബഹുമാനപ്പെട്ടവർ എത്തി. അതിനുശേഷമുള്ള ദുആ. പരമോന്നത പദവി എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഏറ്റവും വലിയ പദവി, പ്രധാനമന്ത്രി പദവിയാണ് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയിട്ടുള്ളത്. സമുന്നതമായ പദവിയിൽ അദ്ദേഹം എത്തി. ചരിത്രം അറിയാമല്ലോ. ബഹുമാനപ്പെട്ടവര് പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ടു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആര്? സ്വന്തം സഹോദരങ്ങൾ തന്നെ കൊണ്ടുപോയ, കച്ചവടത്തിന് കൂടെ കൂട്ടുന്നു എന്ന നിലയ്ക്ക് കൊണ്ടുപോയി. വാപ്പയാകുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് നിർബന്ധം ചെലുത്തി ബാക്കിയുള്ളതാകുന്ന മക്കളെല്ലാവരും ബഹുമാനപ്പെട്ടതാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തള്ളിയിടാൻ. സഹോദരങ്ങളാകുന്ന ആളുകൾ എല്ലാവരും ചിന്തിച്ചു നോക്കി. 10 പേരുണ്ട്. ആ 10 പേരും കൂടി കൊണ്ടുപോവാൻ സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. കൊന്നുകളയാനായിരുന്നു തീരുമാനം. അപ്പോഴാണ് പൊട്ടക്കിണർ കണ്ടത്.
നമുക്ക് ഇവനെ ഇവിടെ ഇട്ടേക്കാം, ഈ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടേക്കാം എന്ന് പറഞ്ഞ് അവരവിടെ ഉപേക്ഷിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അപ്പോൾ തന്നെ അല്ലാഹു എന്നെ നീ രക്ഷപ്പെടുത്തണേ നാഥ, ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പരിപൂർണമായി എന്നെ നീ കരകയറ്റണേ റബ്ബേ. പൊട്ടക്കിണറ്റിലേക്ക് വീഴുമ്പോൾ തന്നെ ദുആ ചെയ്തു സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം. അന്ന് യൂസുഫ് നബിക്ക് വയസ്സ് 10 ആണോ 17 ആണോ, രണ്ട് അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. 10 വയസ്സാണ് എന്ന ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നു. കാരണം അദ്ദേഹത്തെ അന്ന് സഹോദരങ്ങൾ എടുത്തുകൊണ്ടാണ് പോയത്. വീട്ടിൽ നിന്ന് തോളിലെടുത്തിട്ട് ഭയങ്കര തോളിൽ കയറ്റിയിരുത്തി ഭയങ്കരമായിട്ട് സ്നേഹം കൊടുത്ത കൊണ്ടുപോകുന്നു. വാപ്പാടെ മുന്നിൽ നിന്ന് കൊണ്ടുപോകാൻ തോളിൽ കയറ്റണമെങ്കിൽ 17 വയസ്സുള്ള ഒരു കുട്ടി ആരെങ്കിലും തോളിലെടുക്കും? 10 വയസ്സുള്ള. അതുകൊണ്ടാണ് 10 വയസ്സെന്നുള്ളതിന് ആര് അഭിപ്രായപ്പെട്ടു? ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്. അപ്പോൾ 10 വയസ്സുള്ളതാകുന്ന ചെറിയൊരു മകനെ തോളിലെടുത്ത് സഹോദരങ്ങൾ കൊണ്ടുപോവാൻ നേരെ കൊണ്ടുപോയിട്ട് അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ആരോരുമില്ല, ഇവിടെ കടന്നങ്ങ് മരിക്കുമെന്നുള്ള ചിന്തയിലാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോൾ തന്നെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബിനജ്ജിനി, അല്ലാഹുവേ എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ എന്നെ രക്ഷിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ തിരുസവിധത്തിലാണ്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞു അത്രേ, ഖുദ് അബ്ദി യാ ജബ്രീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ എന്റെ ദാസനാകുന്ന അടിമയാകുന്ന യൂസുഫിനെ പിടിക്കണേ ജിബ്രീലേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ആകാശത്തിന്റെ ദിവനായ പടച്ച റബ്ബിന്റെ തിരുസവിധത്തിൽ നിന്ന് നൊടിയിടയിൽ ഞാൻ പറന്നിറങ്ങുകയാണ്. കുട്ടിയെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടതാകുന്ന സഹോദരങ്ങൾ അതാ പൊട്ടക്കിണറ്റിനുള്ളിലേക്ക് നോക്കി നിൽക്കെ പൊട്ടക്കിണറ്റിന്റെ താഴേക്ക് എത്തി. കുട്ടിയെ കൈകൊണ്ട് ഞാൻ കോരിയെടുത്തു. കുട്ടിയെ സുരക്ഷിതനാക്കിയെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നൊടിയടയിൽ പറന്നിറങ്ങാൻ. അതാണ് റബ്ബിന്റെ സഹായം. ഈ കുട്ടിയാണ് പിന്നീട് രക്ഷപ്പെടുത്തി. ചരിത്രം വിശാലമാണ്, ചുരുക്കി പറയുന്നു. ബഹുമാനപ്പെട്ടതാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് പിന്നീട് വരികയാണ്. 40 കൊല്ലങ്ങൾക്ക് ശേഷം ഈ സഹോദരങ്ങൾ തന്നെ പിന്നീട് കാണുന്നു ഈജിപ്തിന്റെ പരമോന്നത പദവിയിലേക്ക് ആരെത്തി? സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. ഇത് പറഞ്ഞ ഒരുപാട് പറയേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ചുരുക്കിയത് വേഗം തന്നെ. നമ്മുടെ വിഷയം അതല്ല, യൂസുഫ് നബിയുടെ ചരിത്രം പറയലല്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ടവർ ഈജിപ്തിൽ വന്നു. അദ്ദേഹം അവിടെ എത്തി. രാജാവുമായിട്ട് അവസാനം നല്ല ബന്ധവും കണക്ഷനും ഉണ്ടായി. ജയിൽവാസത്തിനൊക്കെ ശേഷം വിശാലമായ ചരിത്രമാണ്. ബഹുമാനപ്പെട്ടവർ ഉന്നതമായ പദവിയിലേക്ക് എത്തി. സാമ്പത്തികമാകുന്ന ക്രയവിക്രയങ്ങൾ മുഴുവനും നടത്തുന്ന അധികാരം ബഹുമാനപ്പെട്ടവർ കൽപ്പിച്ചു കൊടുത്തു. രാജാവ് സമുന്നതമായ പദവി അലങ്കരിച്ചുകൊണ്ട് നിലകൊള്ളവേ അദ്ദേഹം ചെയ്ത ദുആ സൂറത്ത് യൂസുഫിന്റെ അവസാനത്തിൽ അല്ലാഹു എടുത്തു പറയുന്നു. എന്തിനാ ഇത് പറയുന്നത്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വളരെയേറെ ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ്. വാളണ്ടിയേഴ്സ് ആരെങ്കിലും ഒരാൾ വന്നാണ് എല്ലാവരും കൊടുത്തോളെ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. ഒരു സലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്ത് പറ്റി? ഒരു ജീവനില്ലല്ലോ നിങ്ങൾക്ക് ആർക്കും?
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ നൽകുന്ന സ്വതക്കകൾ നീ കബൂലാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. പാരത്രിക ലോകത്ത് ഈ സ്വതക്കയിലൂടെ വിജയിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകളും നിലനിർത്തണേ അല്ലാ. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹത്തുമായ സന്താനങ്ങളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച മാതാപിതാക്കളായി ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ പരമോന്നത പദവിയിൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്ന ദുആ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ അവസാന താളുകൾ പരിശോധിച്ച് നോക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലമതനി മിൻ തഅവീലിൽ അഹാദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما ألحقني بالصالحين. ബഹുമാനപ്പെട്ടതാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, പരമോന്നതമാകുന്ന പദവി നീ എനിക്ക് നൽകി റബ്ബേ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, രാജാതിരാജനെ പോലെ എന്നെ നീ വാഴിച്ചിരിക്കുകയാണ്. അധികാരം എന്റെ കൈവശം നീ നൽകിയിരിക്കുന്ന റബ്ബേ. ഇന്നെന്ത് ഞാൻ പറഞ്ഞാലും ഈ ഈജിപ്തിന്റെ മണ്ണിൽ നടക്കുന്ന സാഹചര്യം നീ എന്റെ കൈവശം നൽകി അല്ലാ. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടതാകുന്ന സഹോദരങ്ങൾക്ക് മുന്നിൽ എനിക്കിതാ അധികാരം നൽകി റബ്ബേ. ഈ നാട്ടുകാര് മുന്നിലും അവരെല്ലാവരും സഞ്ജീവമായിട്ട് എന്റെ മുന്നിൽ വന്നുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങേണ്ട ഗതികേട് നീ അവർക്ക് കൊടുത്തു അല്ലാ. എന്റെ മുന്നിൽ വന്നുകൊണ്ട് കൈകെട്ടി നിൽക്കുന്ന അവസ്ഥ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് നീ കൊടുത്തു റബ്ബേ. എന്നെ ഒരു കാലഘട്ടത്തിൽ നിഷ്ഠൂരമായി ക്രൂരമായി എന്റെ കൈകാലുകൾ പിടിച്ചുകൊണ്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞതാകുന്ന എന്റെ പ്രിയ സഹോദരങ്ങൾക്ക് നീ കൊടുത്തതാകുന്ന എത്രയോ മോശമായ പ്രവർത്തനമാണ്. അവരെ നിന്നത്തിലാക്കി, അവരെ നിന്യതയിലാക്കി, അവരെ നിസ്സാരമാക്കി എനിക്ക് നീ ഉന്നതമായ പദവികൾ നൽകി അല്ലാ. വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്, നീ എനിക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു നൽകി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നീ പഠിപ്പിച്ചു നൽകി. തീർന്നില്ല. ഫാത്തിറ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹ്, ആകാശഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ചതാകുന്ന പടച്ച റബ്ബേ. അന്ത വലിയീ ഫിദ്ദുനിയാ വൽ ആഖിറ, നീയാണ് എന്റെ സഹായി. ഈ ദുനിയാവിലും നീയാണ് എന്റെ സഹായി. വൽ ആഖിറ, പാരത്രിക ലോകത്തും നീയാണ് എന്റെ സഹായി.